ആറളം ഫാമിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഏകദേശം നമ്മൾ ഈ ഒരു ആക്രമണം നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്നാണ് ആന വരുന്നത്. ഈ ഒരു സൈഡിൽ നിന്നും ആന വന്ന് ഇവിടെ ഒരു വേലി കിട്ടിയായിരുന്നു. ആ വേലിയും കടന്നിട്ടാണ് ആന ഇവരുടെ മുറ്റത്തേക്ക് കിടക്കുന്നത്. ആ ഒരു ഭാഗത്ത് ഇവരെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗത്തായിരുന്നു അനീഷ് നിന്നിട്ടുണ്ടായത്. അനീഷിനൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഉള്ളിലേക്ക് കയറാനും പറ്റിയില്ല. അവിടെ തന്നെയായിരുന്നു അനീഷിനെ ആന ചവിട്ടി കൊന്നിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു ദുഃഖമാർന്നൊരു വാർത്ത തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എന്തായാലും ശരിക്കും ഇവിടെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ആറളം ഫാമിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രതിഷേധം ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഉയരുന്നുണ്ട്. ഒരു 4:30 സംഭവം. ഇതെല്ലാം ഞങ്ങൾ പരിഹാരം കണ്ടോളും എന്നിട്ട് ഒപ്പിടിച്ച് വാങ്ങും. പിന്നെ അടുത്ത ആളെ കൊല്ലുമ്പോഴാണ് ഇതുപോലെ ആളുകൾ കൂടുക. അത് കഴിഞ്ഞ വർഷങ്ങളിലും സമാനം. കഴിഞ്ഞ വർഷം ഇതുപോലത്തെ സമരവും കാര്യങ്ങളും ഒച്ചപ്പാടും ബഹളവും എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അനക്കമില്ല. ഉള്ള ആനകൾ പിന്നെ ഇതിനകത്ത് ഒരു 40-40 ആനയുണ്ട് ഇപ്പോൾ ഈ ഫാമിൻ്റെ ഉള്ളിൽ. ഇപ്പം നിലവിൽ ഓടിച്ചിട്ട് പോകുന്നില്ല എന്ന് ഇവർ മുടത്ത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് എണ്ണി തീർക്കുന്നത് പോലെയാണ് ഓരോ വർഷവും ഈ കശ്മാങ്ങൻ്റെ സമയത്ത് ആളുകളെ കൊന്നുകൊണ്ടിരിക്കും. മരണം സംഭവിക്കുമ്പോൾ എന്താ ഈ സർക്കാരിൻ്റെ നിലപാട്? അവരെന്ത് നമ്മൾ തിരിഞ്ഞു നോക്കില്ല. കുറേ ചത്തൊടുങ്ങട്ടെന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവരുള്ളത്. ആദ്യം ഒരു 10 ലക്ഷം പറയും, എന്നിട്ട് 5 ലക്ഷം കൊടുക്കും. പിന്നെ 5 ലക്ഷം മഷിയിട്ട് നോക്കിയാൽ കിട്ടൂല. അതിന്റെ പുറകെ ആദിവാസികൾക്ക് മരണപ്പെടുന്ന കുടുംബങ്ങൾക്ക് പോലും കൃത്യമായി നിയമ കടലാസെല്ലാം ശരിയാക്കണ്ട. അത് നമുക്കൊന്നും അറിയില്ല. ആ കടലാസിന് ഓടി നടന്നിട്ട് തന്നെ 10 ലക്ഷം തീരും. ഇതാണ് ഇവരുടെ എന്തെല്ലാം വീഴ്ചയല്ലേ വരുത്തുന്നുള്ളൂ. ഇവിടെ എന്തെല്ലാം പിന്നെ ഇത് പിന്നെ നിർമ്മിതി വന്നിട്ട് എന്താ കാര്യം? വീട് ചോരുന്ന വീടാണ് ചോരുന്ന വീട്. എല്ലാവരും ചോരുന്ന വീട് കൊടുക്കുക. എന്തായാലും ഇന്നലെ നടന്ന ആക്രമണത്തിൽ ചേട്ടനാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. എന്താ ചേട്ടാ എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഫോറസ്റ്റുകാരുടെ കൂടെ ഉണ്ടായിരുന്നത്. വിവരം അറിഞ്ഞ് ഇവിടുത്തെ ഈ ഒരു കർച്ചിമ ഒരു ബഹളം കേട്ട് ഞങ്ങൾ അവരുടെ കൂടെ വരികയുണ്ടായി. ഫോറസ്റ്റുകാരുടെ കൂടെ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. കൂട്ടത്തിലെ ആന വഴിതെറ്റിയതാണ്. കൂട്ടത്തിൽ പോകുന്ന ആന വഴിതെറ്റിയിട്ടാണ് ഇവിടെ എത്തിയതെന്ന് പറയപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണ്? വഴിതെറ്റിയിട്ടല്ല, ഇയാളെ മുറ്റത്ത് ഉള്ള പ്ലാവടക്കം കുലുക്കിയിട്ട് ഇയാളെ ഓടിച്ച് വിട്ടപ്പോൾ അവിടെ ഫോറസ്റ്റുകാരും ഉണ്ടായിരുന്നു. അതിന് ശേഷം അവരിങ്ങോട്ട് അടുത്തില്ല. അപ്പോൾ തന്നെ ആന ഇങ്ങോട്ട് ഇവിടെ എത്തി. ആ രീതിക്കാണ് സംഭവിച്ചത്. എന്നിട്ട് ഇവിടെ കാർച്ചും ബഹളം കേട്ടപ്പോൾ ഫോറസ്റ്റുകാർ വണ്ടി ഇട്ടിട്ട് അവിടെ റോഡിൽ നിൽക്കുക ചെയ്ത്. നമ്മളിപ്പം വന്ന റോഡ് അറിയത്തില്ലേ. അപ്പോൾ അവിടെ നിന്നപ്പോൾ എന്നിട്ട് ഇയാൾ വിളിച്ച് പറഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് പോയി നോക്കാം എന്താ സംഭവിച്ചതെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവരടക്കം വരുന്നത്. വന്ന് കാണുമ്പോൾ ഈ രീതിയാണ്. പുള്ളി അച്ഛൻ മനം കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് കിടക്കുന്ന രംഗ കാണുന്നത്. ആ രീതിയിൽ ബാക്കി പുള്ളി പറയും. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനം ആക്കി. കാരണം വെച്ചാൽ ഒരു തരം ജീവന് ബാക്കിയുണ്ടെങ്കിൽ ജീവൻ രക്ഷപ്പെടുത്തുക എന്നല്ലേ നമ്മുടെ മുഖ്യ ദൗത്യം. അപ്പോൾ അങ്ങനെ ഫോറസ്റ്റുകാരുമായിട്ട് ആലോചിച്ച് ഫോറസ്റ്റുകാർ പിന്നെ മാറിയിരുന്നു. അവർ അതിനകത്ത് ഇടപെട്ടില്ല. കുറച്ച് പേര് ബാക്കി ഞങ്ങൾ കുറച്ച് നാട്ടുകാർ കൂടെ ഉണ്ടായിരുന്നു. ആ കൂടെ ഞങ്ങൾ പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് കൂടി ഇങ്ങോട്ട് മാറ്റി ഫോറസ്റ്റിൻ്റെ വണ്ടിക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റി വിടുകയത്. ഒരു 15ാമത്തെ മരണമാണ് ഈ ആറളം ഫാമിൽ നടക്കുന്നത്. ഏകദേശം കണക്ക് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് പോകുന്നത് ശരിയില്ലാത്തൊരു നിലപാടാണ്. കാരണം എല്ലാ വർഷവും കഴിഞ്ഞ വർഷം ഇതേ ഒരു മാസത്തിലാണ് പിന്നെ ഒരു കാരണവത്തെയും ബ്ലോക്ക് 13 വെച്ച് നിങ്ങളൊന്നും വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരാഴ്ച ഒരു വർഷമാകുന്നതിന് മുമ്പാണ് ഇപ്പോൾ അടുത്ത സംഭവം. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ അത് അങ്ങനെ നിലനിന്ന് പോകാൻ പറ്റുന്നൊരു സ്ഥിതിയല്ലല്ലോ. അപ്പോൾ ഈ സ്ഥിതിക്കൊരു മാറ്റം വേണം. അത് കൂടാണ്ട് ഇപ്പോഴും ഒരാൾ ഹോസ്പിറ്റലിൽ കടന്ന് ചികിത്സയിൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ആന ആക്രമണിച്ച് 12ാം ബ്ലോക്കിലെ 2-3 വർഷമായിട്ട് ഇപ്പോഴും തുടർച്ച കേസിലാണ് ഉള്ളത്. നമ്മൾ ചികിത്സയിൽ എല്ലാം മൊത്തത്തിൽ പിരിവ് എടുത്തിട്ട് ഒന്ന്. രണ്ടാമത് എൻ്റെ ഈ കൈ ഒടിഞ്ഞതും ആന ഓടിച്ചിട്ട് ഇയാൾ സാക്ഷിയാണ്. ഞങ്ങൾ ഈ ആറാട്ടികളെ കൂട്ടത്തിൽ നമ്മൾ സഹകരിച്ച എൻ്റെ മുറ്റത്ത് കൂടി ആന പോകുമ്പോൾ എന്നോട് ചോദിച്ചു, ഷാജി എവിടെയാണ് അതിൽ ആന പോയെന്ന്. ഞാൻ പറഞ്ഞത് ഇപ്പം കടന്നു പോയതുള്ളൂ, താഴേക്ക് പോയതുള്ളൂ നിന്നു. അങ്ങനെ അവരെയും കൂടെ അവർ 3 പേരോ 4 പേരോ ഒറ്റ ഉണ്ടായിരുള്ളൂ. ഞങ്ങളും ആ കൂടെ അവരുടെ കൂട്ടത്തിൽ സഹകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ്. ഇയാളും ഞാൻ ആ ഫ്രണ്ടിലുള്ള ആവശ്യപ്പെടുന്നത് ആനമതിൽ തുടങ്ങി വെച്ച ആനമതിൽ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഞങ്ങളെ ഇവിടെ ഒരു സംരക്ഷണം, ഇവിടെ അധിവസിക്കുന്ന ഞങ്ങൾക്ക് ഒരു സംരക്ഷണം പിന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരണമെന്നാണ് ഗവൺമെൻറ്റോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. കൂടെ ഇവിടുത്തെ വാർഡ് മെമ്പർ അതുപോലെ തന്നെ ആറളത്തിൻ്റെ വാർഡ് മെമ്പറാണുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ഈ അപകടം നടന്നിട്ടുള്ളത്. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആനമതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി വേഗത്തിലാക്കാനുള്ള നടപടിയെടുക്കണം. പിന്നെ ആറാട്ടിക്കാർ
അവരെ ഒരു സഹകരണം നമുക്ക് കുറച്ചും കൂടി എന്ന് വെച്ചാൽ അവരെ വിളിക്കുമ്പോൾ അവർ പിന്നെ ആൾക്കാരില്ല ആളില്ല ആ ഒരു അവസ്ഥയാണ് അവർ പറയുന്നത്. എന്തായാലും ഇത് ഇവിടുന്ന് 15ാമത്തെ ഒരു മരണമാണ് റിപ്പോർട്ടും കിട്ടുന്നത്. എല്ലാ കൊല്ലവും നടക്കുമ്പോഴും വീണ്ടും ഇത് റിപ്പീറ്റ് അടിക്കുമ്പോൾ മാത്രമാണ് ഈ ഭാഗത്ത് ആളുകൾ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം വേണ്ടത്? പരിഹാരം ആനമതിലിൻ്റെ പണി വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുക. ഇവിടെ നിലവിലിപ്പം തമ്പടിച്ചിരിക്കുന്ന ആനകളെ അവരുടെ ആവാസ വ്യവസ്ഥയായ വനത്തിലേക്ക് കടത്തി വിടുക. RRTയുടെ സേവനം കുറച്ചും കൂടി മെച്ചപ്പെടുത്തി കൊണ്ടുവരിക. ഇന്നലെ അപകടം സംഭവിച്ച സമയത്ത് തന്നെ RRT ഡൈവ് ചെയ്ത് കൊണ്ടുവന്ന ആനയായിരുന്നു. അവർ ഒന്നും കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ അപകടം ഇന്നലെ സംഭവിക്കില്ലായിരുന്നു. കുറച്ചും കൂടി അവർ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് വിളിക്കുമ്പം വരിക, ആനനെ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ കാട്ടിലേക്ക് തന്നെ തിരത്തുന്ന രീതിയിലേക്ക് കുറച്ചും കൂടെ മാറി അവർ നിന്നിട്ടുണ്ടായിരുന്നില്ല, ആന അങ്ങോട്ടേക്കേ പോകണ്ടായിരുന്നുള്ളൂ. അവരുടെ വേണ്ടത്ര രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. അതാണ് വന്യമൃഗ ശല്യങ്ങളാണ് കൂടുതലും. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സംരക്ഷണം കിട്ടിയില്ലെങ്കിൽ ഓരോ വർഷവും ഒരാൾ ഈ കാട്ടാനാക്രമണത്തിൽ മരിക്കുന്നുണ്ട് എന്നാണ് ഇവർ കൃത്യമായിട്ട് പറയുന്നത്. ഇതിന് കൃത്യമായിട്ടൊരു സംരക്ഷണം വേണം എന്ന് തന്നെയാണ് ഏജാനെറ്റ് ചാനലിനും പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ അഫ്ലൂനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനെറ്റ്.